സോ ഗൈസ് നമ്മളിന്ന് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വന്നേക്കും ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മളിന്ന് റിയാക്ഷൻ എടുക്കാൻ പോകും ഗൈസ്. പബ്ലിക് റിയാക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മളെ ടെർബോസ്നെയിലെടുത്ത് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ ഞാൻ മാത്രമല്ല ഗൈസ്, നമ്മളെ കൂടെ ഒരു മാസ്ക് എന്ന് പറഞ്ഞ ഒരു ബ്രോയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ബോളോ വെച്ചിട്ട് റിയാക്ഷൻ എടുക്കുകയാണ് ഗൈസ്. അത്യാവശ്യം റിയാക്ഷൻ കിട്ടുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. 2000 years later. സോ ഗൈസ് ഞാൻ ഇവിടെ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ റിയാക്ഷൻ ഞാൻ നോക്കുന്നത് ഇംഗ്ലീഷ് സെർവറിലാട്ടാ. ഇംഗ്ലീഷ് സെർവറിൽ ഒരു റിയാക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പോകും. ഇന്ത്യയിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സെർവറിൽ പോകും. എന്തെങ്കിലും കുറച്ച് റിയാക്ഷൻ ഒപ്പിച്ചിട്ടേ ഇന്നത്തെ വീഡിയോ എന്തായാലും നിർത്തുള്ളൂ. ബിക്കോസ് ഞാനിവിടെ വന്നിട്ട് കാർ വാഷിൻ്റെ ഇവിടെ വന്ന് ഇപ്പോണ്ട് കേസ്. നമ്മുടെ മാസ്കിനെ ഇതുവരെ കാണുന്നില്ല. മാസ്കിനെ കണ്ടുപിടിച്ചിട്ട് ഒന്നിച്ചു പോകാനുള്ളൊരു പ്ലാനില്ല. സോ മാസ്ക് മിക്കവാറും കാർ സെയിലിൻ്റെ അങ്ങോട്ട് പോയിക്കാണ് കേസ്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം കേസ്. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ പേര് വണ്ടി സെയിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ മാസ്കിനെ കാണുന്നില്ല. നമ്മുടെ മാസ്കാന്ന് തോന്നുന്നു കേസ്. ഈ കിടക്കുന്ന ഗ്രീൻ പോളോ കേട്ടോ. ശരിക്കും ഇത് പോളോ അല്ല, ഗോൾഫാണ് കേസ്. പിന്നെ ഞാൻ പോളോ എന്ന് പറയുന്ന കേട്ടോ. എനിക്ക് പോളോ എന്ന് പറയുമ്പോഴാണ് കേസ് ഒരു വൈബ് കിട്ടുന്നുള്ളൂ. സോ ഇവിടെ ഞാൻ കുറച്ച് ഗ്രാഫിക്സ് കുറച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ലാഗ് അടിക്കുന്നുണ്ട്. ഇത്രയും പേരോട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ ഏതോ ഒരുത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടാണ് നിർത്തിയേക്കുന്നത്. നമുക്കെന്തായാലും ബേക്കിൽ കുറച്ച് ഇവരാരും നിർത്താതെ കുറച്ച് സ്ഥലത്തോട്ട് മാറ്റിയിടാം കേസ്. അപ്പോൾ മാറ്റിയിടുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടി കണ്ടു വരുവാണെങ്കിൽ കേസ് അങ്ങനെ റിയാക്ഷൻ കിട്ടുമല്ലോ. എന്തായാലും മിക്കവാറും കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരും നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ കേസ്. വണ്ടി കയറാൻ നോക്കുന്നുണ്ട്. ഞാനെന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. ഈ UA ഹൈഡാക്കി ഇട്ടുകൊണ്ട് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ UA ഹൈഡാക്കാതെ കളിച്ച് കഴിഞ്ഞാൽ ഒരു വൈവില്ല കേസ്. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ മാസ്ക് ഇറങ്ങി നിൽപ്പുണ്ട് കേസ്. ഉമ്മാരി തന്നെ കേസ് തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ലേ ഒരുത്തരും. ഉമ്മാരി വലിയ ട്രെയിൻ പോലത്തെ ബസ്സൊക്കെ കൊണ്ടുപോയിട്ട് താണ്ട് ഇടിച്ച് മറിച്ചിടുന്നുണ്ട് അവിടെ. നമ്മളിവിടെ ഇങ്ങനെ റിയാക്ഷൻ കിട്ടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേസ്. ആരും അങ്ങ് വരുന്നുണ്ട് കേസ്. അവൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നിരുന്നല്ലേ കേട്ടോ. വേറെ ആരെങ്കിലും വണ്ടി കണ്ടിട്ട് വരുന്നുണ്ടോ കേസ്? ഇവൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നതെന്ന് തോന്നുന്നു കേസ്. നോക്കട്ടെ. വേറെ ഒരാളതാ കേസ് ബേക്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടിയുടെ സൈഡിൽ പോയിട്ട് ചുറ്റിനും നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പേർ റിയാക്ഷൻ കേട്ടിട്ടുണ്ട് കേസ്. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ പ്രതീക്ഷിച്ചു. ഞാനൊരു നല്ല റിയാക്ഷൻ പ്രതീക്ഷിച്ചായിരുന്നു. സോ നോക്കട്ടെ ഗൈസ് ആരെങ്കിലും വരുമോയെന്ന്. ഗൈസ് നമുക്കെന്തോ കൈയൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ് അവിടെ നിന്നിട്ട്. ഇവൻ്റെ വണ്ടി നോക്കി ഗൈസ്. ഉള്ള സ്റ്റിക്കറൊക്കെ മാറി അടിച്ചിട്ടുണ്ട്. ഹു ഹാവ് ദിസ് ഗോൾഫ് ഗൈസ്. അവൻ വണ്ടി സെയിലാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെന്തായാലും വണ്ടി സെയിലാക്കാൻ കൊണ്ടുവന്നതല്ലേ ഗൈസ്. റിയാക്ഷൻ എടുക്കാൻ വന്നതല്ലേ. സെയിലാക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തന്നെ ആ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇവിടെ അമ്മമാർ നോക്കി ഡ്രിഫ്റ്റ് അടിച്ച് ഒരുമാതിരി അലമ്പാക്കി ഇട്ടേക്കുന്നത് ഗൈസ്. ഈ പോർഷെ നോക്കി ഗൈസ്. ആ ഗ്രാഫിക്സ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും കിട്ടിലും ആളും പോയി. എന്തുവാണ് ഇത്? ഇതാ വേറെ പറഞ്ഞത് കുറേ ഗ്രാഫിക്സ് അടിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഗൈസ് ഈ സെർവറിൽ നമ്മൾ വിചാരിച്ച ഒരു റിയാക്ഷൻ ഒന്നും കിട്ടിയില്ല. നമുക്ക് അടുത്ത സെർവറിലേക്ക് പോകാം ഗൈസ്. സോ ഗൈസ് നമ്മളിവിടെ നമ്മുടെ സ്വന്തം ഇന്ത്യ ഇടുന്നുണ്ട് ഗൈസ്. ഇന്ത്യയിലെങ്കിലും റിയാക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ത്യ പിന്നെ കയറുമ്പോൾ കേസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കയറി വരാൻ ചാൻസ് ഉണ്ട് കേസ്. അങ്ങനെയെങ്കിലും കുറച്ച് റിയാക്ഷൻ കിട്ടുമായിരിക്കും കേസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ 196 പേര് ഓൺലൈൻ നിൽപ്പുണ്ട് കേസ്. ഞാൻ അതിനകത്തൊരു പൊട്ടത്തരം കാണിച്ചു കേസ്. നേരത്തെ ഇന്ത്യ എന്ന് പറഞ്ഞ് റൂം വിട്ട് പാസ്വേഡ് ഇട്ടിട്ട് റൂമിലോട്ട് കയറിയിട്ട് റിയാക്ഷൻ എടുക്കാൻ പോയി. അവിടെ ആരുമില്ല. പാസ്വേഡ് ഇട്ടിട്ട് റൂം ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുമല്ലോ കേസ്. ഇങ്ങനത്തെ ഒരു പൊട്ടനാണല്ലോ ഞാൻ ആലോചിക്കുമായിരുന്നു. സോ നമ്മൾ അതിനകത്തുനിന്ന് വേക്കടിച്ച് വീണ്ടും ഇന്ത്യ ഇട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും നമ്മളെ കാർ സെയിലിൽ പോയി നോക്കാം ഗൈസ്. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടാവുള്ളൂ ഗൈസ്. ഞാനിവിടെ കാർ വാഷല്ല കാർ സെയിലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. കാർ സെയിലിൽ നോക്കിയേ കിളിക്കുഞ്ഞു പോലത്തെ കുറേ പച്ച കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. കിളിപ്പച്ച കളറുള്ള കുറേ വണ്ടി. അതിൻ്റെ കൂടെ നമ്മുടെ മാസ്കിൻ്റെ പോളോയും കൂടെ സെറ്റ്. നമുക്ക് എന്തായാലും അവിടെ പാർക്കാക്കിയിടാം ഗൈസ്. ഇതിലെങ്കിലും കുറച്ച് റിയാക്ഷൻ കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുമായിരിക്കും ഗൈസ്. കിട്ടാതെ അവിടെ പോകാൻ. നമ്മൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത സെർവറിൽ പോകും. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളിന്ന് റിയാക്ഷൻ ഒപ്പിച്ചിട്ടേ പോവുള്ളൂ. ഇതാരാ കേസ് ഒരു മസിൽമാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു മസിൽമാൻ പുറത്ത് വെപ്പുണ്ടല്ലോ കേസ്. നമുക്ക് ഇറങ്ങി നോക്കണം കേസ്. മസിൽമാനെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ. ഞാൻ ഈ ഹൈഡ് UA ഒന്ന് മാറ്റട്ടെ കേട്ടാ. അതുകൊണ്ട് ഇവർ മെസ്സേജ് അയക്കുന്ന കാണാൻ പറ്റില്ല. എനിക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് മാറ്റിയേ. എന്തായാലും ലോക്കാക്കി ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകും. അങ്ങനത്തെ കുറച്ച് കിഴപ്പ് പിടിച്ചവന്മാരൊക്കെ ഉണ്ട്. ഇവന്മാരിത് വൻ അലമ്പ കേട്ടോ. ഇവിടെ കണ്ടില്ല ഡ്രിഫ്റ്റ് അടിച്ച് വരും ആദ്യം. കുറച്ച് റിയാക്ഷൻ തന്നുകൂടെ ഇവന്മാർക്കൊക്കെ. ബക്ക് ബ്രദർ വാ വിളിക്കുന്നുണ്ട് കേസ്. അവന് വണ്ടി ഇഷ്ടപ്പെട്ടാ ഒരു റിയാക്ഷൻ എങ്കിലും കിട്ടിയ അത് പോയി ഏതോ ഒരു കിഴപ്പ് പിടിച്ചവൻ ആ വണ്ടിയൊക്കെ ഇടിച്ചുകൊണ്ട് പോകാന്ന് ഡിഫൻഡറും വെച്ചിട്ട് കേസ്. എന്തായാലും ഇവിടെ നോക്കുവാണെങ്കിൽ നോ സെയിലോ അത് അവിടെ എന്തോ പറയുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ റെക്കോർഡാവുന്നുണ്ടോ എന്ന് നോക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെയും കൂടെ ഒരു വീഡിയോ എടുത്തിട്ട് ഇവൻ എന്നാ കേസ് ബഗ് ഫാനോ
ബിഗ് ഫാൻ എന്നായിരിക്കും. കൊള്ളാം ഗൈസ്, അവൻ ബഗ് ഫാനാണെന്ന് പറഞ്ഞത്. സോ നമുക്ക് ഇച്ചിരി വാ വിളിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുക്കാം അങ്ങോട്ട്. ഇത് ഇപ്പുറത്തൊരുത്തൻ യുവർ ടി വി. ഇതെന്തുവാടാ ഇത്? ബഗ് ബ്രദർ യുവർ ടി വി. ഇനിയിപ്പോൾ ഫ്രിഡ്ജൊക്കെ വരുമാവോ ഗൈസ്? ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവിടെ അവൻ എൻ്റെ ഫാനാണ് ഗൈസ്. അങ്ങനെ ഫാനും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെഡ്, വാഷിംഗ് മെഷീൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വന്നാൽ മതി ഗൈസ്. നമ്മളെന്തായാലും വാ വിളിക്കുന്ന റിയാക്ഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഡ്രിഫ്റ്റ് അടിച്ച് വെച്ചിട്ട് മൊത്തം അലമ്പായി ഗൈസ്. നമുക്കതൊന്ന് ഹൈഡാക്കി ഇടണം എന്തായാലും ഗൈസ്. ഇവിടെ റിയാക്ഷൻ തരാനൊന്നും ആരും ഇല്ലേ? ഇതെന്ത് സർവറാണിത്? നമ്മൾ അടുത്ത സർവറിൽ പോകണം ഇനി. എന്തായാലും ഇവിടെ മറ്റേ സ്കിഡ് മാർക്കെല്ലാം ഹൈഡാക്കിയിട്ടിട്ടുണ്ട്. സോ ഗൈസ്, ഇവിടെ നമുക്ക് പ്രതീക്ഷിച്ച റിയാക്ഷനും ഒരു കേൽ ബേബി അങ്ങോട്ട് ഓടുന്ന ഗൈസ്. കേൽ ബേബിയുടെ പുറകെ പോയില്ല അല്ലേ? വേണ്ട, എന്തിനാ വെറുതെ ഗൈസ്. കേൽ ബേബി പോയിട്ട് നമ്മുടെ മാസ്കിൻ്റെ വണ്ടി എടുത്താട്ടാണ് നിൽക്കുന്നത്. അല്ല, രണ്ടിനെ നടക്കുക ഗൈസ്. അപ്പോൾ രണ്ടും ഇഷ്ടപ്പെട്ട് കാണും ഗൈസ്. എന്തെങ്കിലും ടൈപ്പ് ചെയ്തിടുമായിരിക്കുമോ? നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഇവൻ ഇന്ന് എന്തുവാ ഗൈസ്? ഈ ബഗ് ബ്രദർ ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഹെൽപ്പ് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ അവൻ പറയൂല്ലേ ഗൈസ്. ഞാൻ എന്തായാലും ഒരു തമിഴിലുള്ള സാധനമായി. ഈ തമിഴിൽ നിങ്ങൾ കണ്ടു കാണും. ഇപ്പോൾ നമ്മൾ ഇട്ട തമിഴിൽ നമുക്ക് അടുത്ത സർവറിൽ പോകാം ഗൈസ്. അതൊക്കെ നടക്കുള്ളൂ. സോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ബ്രസീലിയൻ സർവറിലാണ് ഗൈസ്. ഗൈസ് അങ്ങനത്തെ സർവറിലാണ് നമ്മളുള്ളത്. എടാ തുറക്കണേ, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ ഇതൊക്കെ തുറക്കണ്ടേ? ഒന്നും അറിയത്തില്ല ഒന്നും. സോ നമ്മളാണ് ഇന്ന് ഫസ്റ്റ് ഗൈസ്. മാസ്ക് ഇവിടെ എത്തിയിട്ടില്ല. നമുക്കിവിടെ വണ്ടി പാർക്കാക്കിയിടാം ഗൈസ്. ഇവിടുത്തെ വണ്ടിയൊക്കെ കണ്ട ഗൈസ്. അതൊക്കെ പട്ടിയുടെ കയറിയുള്ള പോലത്തെ ഒരു വണ്ടി അപ്പുറത്ത് കിടക്കുന്ന ഗൈസ്. എന്തൊക്കെ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മളെന്തായാലും ലോക്കാക്കിയിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ വലിയ റിയാക്ഷൻ കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം 4 ടയറിൽ കയറി ഇരുന്ന് പോകുന്നവന്മാരാണ് ഇവന്മാർക്ക് കിറ്റൊന്നും വേണ്ട. അപ്പോൾ ഈ സ്റ്റിക്കർ വർക്ക് ചെയ്ത വണ്ടിയന്മാർ തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ട, ഇവന്മാർക്ക് 2 ടയർ മതി ഗൈസ്. വണ്ടിയൊന്നും ഇവന്മാർക്ക് ആവശ്യമേ ഇല്ല. എന്ത് വണ്ടികളൊക്കെയാണ് ഇത്? നോക്കി ഗൈസ്, മേൽക്കൂര വെച്ച് സൂപ്പർ പോന്ന എൻ്റെ ടീമേ. ഇതിവിടുത്തെ പോലീസാണ്. ഇപ്പുറത്തെ അത് വലിയ കുഴപ്പമില്ലാത്തൊരുത്തം പോകുന്നുണ്ട്. അവന് മേൽക്കൂര വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറച്ച് ടീമൊക്കെ കേസ് ഇവിടെ. ഇത് പോയി കേസ് നമ്മുടെ മാസ്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേസ്. ഇവന്മാർ ഒരു റിയാക്ഷനും തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. എന്ത് ടീമാണ് കേസ് ഇത്? ഇതെന്ത് കേസ്? 20 മില്യനോ? 20 മില്യനൊക്കെ എന്നാണാവോ വാങ്ങുന്നത്? പട്ടിയുടെ കയറിയുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു കേസ് വാങ്ങുന്നത്. കേസ് അങ്ങോട്ടൊരു വണ്ടി പോയിട്ടുണ്ട് കേസ്. കൂട്ടത്തിൽ കുറച്ച് മെനയുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു കേസ്. നമുക്കവിടെ പോയി നോക്കിയാലാ. നമ്മളെന്തായാലും കേസ് ഇവിടുത്തെ വണ്ടിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കട്ടെ. ഈ വണ്ടി നല്ല സീനില്ല, പോലീസാണെന്ന് തോന്നുന്നു. പിന്നെ കേസ് ഈ വണ്ടി നോക്കിയേ. പക്ഷെ എൻ്റെ മോൻ ഇത് കൊള്ളാം കേട്ടാ. ഇച്ചിരി ബുദ്ധിയും വിവരമുള്ള ഒരുത്തരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ഇത് അപ്പുറത്തൊരുത്തൻ ഡ്രിഫ്റ്റ് അടിച്ച് പോകുന്നുണ്ട് കേസ്. ഈ വണ്ടിയൊക്കെ കൊള്ളാം, സീനില്ല. വേറെ മേൽക്കൂര വെച്ച ടീമിനെയൊക്കെ കാണുമ്പോഴാണ് കേസ് എനിക്ക് എന്തുവാണ് അവന്മാരൊക്കെ കാണിക്കുന്നത്. വേറെ എന്തായാലും കയറി വരുവാണെങ്കിൽ അവന്മാരെ കാണിച്ചു തരാം കേസ്. ഇതാരാ? ഇതൊന്നും വലിയ സീനില്ല. ഇതാ കണ്ണൊക്കെ വെച്ച വണ്ടി, ക്ലാസ്സിൽ കണ്ണൊക്കെ വെച്ച വണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കൂടുതലും സൂപ്പർ കാർസാണെന്ന് തോന്നുന്നു കേസ്. കണ്ട സൂപ്പറാ, അങ്ങനെ കുറേ വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ബൈ ദ വേ ഗൈസ്, ഞാനൊരു വലിയൊരു മനുഷ്യനെ കാണിച്ചു തരും, ഒരു മഹത്തായ വ്യക്തിനെ. ഇയാളുണ്ടല്ലോ ഇവിടെ പണിയെടുക്കാൻ വന്നിട്ട് ഇവിടെ സമയം നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴാണ് വീട്ടിൽ പോകേണ്ടതെന്ന്. ഓരോ മിനിറ്റ് പോലും വെറുതെ നിൽക്കുന്നില്ല. അപ്പം തന്നെ എടുത്ത് അയാളുടെ വാച്ചെടുത്ത് നോക്കും വീട്ടിൽ പോകാനായോ എന്ന്. വീട്ടിൽ ചെന്നിട്ട് ഇയാൾക്കൊക്കെ എന്താണാവോ പണി? ഗൈസ് അപ്പോൾ ഒരാളെ ചൊറിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താ റിയാക്ഷൻ എടുക്കാൻ വന്നതാണെങ്കിലും ഒന്നും നടന്നില്ല. നമുക്ക് ഇയാളുടെ അടുത്ത് പോകാം ഗൈസ്, അതായിരിക്കും നല്ലത്. സോ ഗൈസ്, ബ്രസീലിൽ വന്നപ്പോൾ കണ്ട മോഡിഫിക്കേഷനാണ് ഗൈസ്. നമ്മുടെ ഇന്ത്യയിലൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ സാധനം. ഇത് കണ്ടോ, വണ്ടിയോട് ഞാൻ ഇങ്ങനത്തെ ഒരാളെ സെറ്റ് ചെയ്ത് തരും ഗൈസ്. ഫ്രീ ആണെന്ന് തോന്നുന്നത്. എന്തായാലും വർക്ക് കൊള്ളാം കേട്ടാ. പുള്ളിക്കാരൻ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സെറ്റ് വർക്കാണ് ഗൈസ്. അപ്പോൾ ബ്രസീലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് തരുന്നതായിരിക്കും. ഞാൻ എന്തായാലും ചെയ്യുന്നില്ല ഗൈസ്, ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. സോ ഗൈസ്, നമ്മളിവിടെ കുറേ നേരം നിന്നിട്ട് ഒരു റിയാക്ഷനും കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കണം ഗൈസ്. അപ്പോൾ അടുത്തോട്ട് കാണാം. ബൈ.